എല്ലാവർക്കും ഒരിക്കൽ കൂടി FM ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ അറിയാവുന്നവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ആ മെസ്സേജ് ഓപ്പൺ ആക്കി റീഡ് ചെയ്തതിന് ശേഷം നമുക്കതിന് ഉടനെ തന്നെ റിപ്ലൈ കൊടുക്കാൻ സാധിക്കാറില്ല. കാരണം നമ്മൾ തിരക്കിലൊക്കെ ആയിരിക്കാം. എന്നാൽ ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ മെസ്സേജ് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഉടനെ റിപ്ലൈ തരാഞ്ഞതെന്ന്. എന്നാൽ വാട്സപ്പ് ഓപ്പൺ ആക്കാതെ തന്നെ നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജൊക്കെ റീഡ് ചെയ്യാവുന്നതാണ്. നോർമലായിട്ട് നമ്മൾ വാട്സപ്പിൽ ഓപ്പൺ ചെയ്യാതെ നമ്മളെങ്ങനെ മെസ്സേജ് വായിക്കാറ്? വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു 3, 4, 5 മെസ്സേജസൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജസും നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ്. ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ ഫോണിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന്. അതിനായിട്ട് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ഫോൺ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഹോം പേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത കുറച്ച് ഫ്രീ ആയിട്ട് എടുക്കുന്ന സ്പേസ് കാണും. അവിടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിൽ നമുക്കൊരു 3-4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻസിൽ വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള പലതരം ആപ്ലിക്കേഷൻസിൻ്റെ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് വാട്സപ്പാണ്. അതിനായിട്ട് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് വാട്സപ്പ് എടുക്കുക. സാംസങ്ങിൻ്റെ മറ്റ് ഫോണിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ രണ്ടാമതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, 4x3 എന്ന് പറഞ്ഞ്. ചില ഫോണിൽ 4x2 അല്ലെങ്കിൽ 4x1 അങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഐക്കൺ നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇതിൽ കുറച്ച് മെസ്സേജസ് വന്ന് കിടക്കുന്ന ഒരു സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പതുക്കെ നമ്മളത് ഹോം പേജിൽ കൊണ്ട് ഇടുക. ഇപ്പോൾ ഇവിടെ മറ്റ് ആപ്ലിക്കേഷൻസൊക്കെ ഉള്ളത് കാരണം ചെറിയൊരു സ്പേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് പുതിയൊരു പേജിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. അങ്ങനെ പുതിയൊരു പേജിലേക്ക് മാറ്റി അതിനുശേഷം നമുക്കിത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ച് വലുതാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരിയുടെ ഈസി ആയിരിക്കും നമുക്ക് ഈ മെസ്സേജസൊക്കെ റീഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, എനിക്ക് കുറേ മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. ഇതിപ്പോൾ ഒരു ചാറ്റിൽ നിന്ന് വന്ന കുറേ മെസ്സേജസാണ്. ഞാനിത് ഓപ്പൺ ആക്കിയിട്ടില്ല, പക്ഷേ ഓപ്പൺ ആക്കാതെ തന്നെ എനിക്ക് ഈ മെസ്സേജസൊക്കെ ഇവിടെ വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരാളുടെ മെസ്സേജസ് നമുക്ക് ഓപ്പൺ ആക്കാതെ നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വായിക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ആകുന്നതും നമുക്ക് മെസ്സേജ് അയച്ചവർക്ക് അവർക്കറിയാൻ പറ്റുന്നതാണ് നമ്മൾ ഈ മെസ്സേജ് റീഡ് ചെയ്യുന്നുള്ളതും. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.